അങ്ങ് അമേരിക്കയിൽ കൊക്കക്കോളയും പെപ്സിയും തമ്മിൽ നടത്തുന്ന അഡ്വർടൈസിംഗ് സ്റ്റണ്ട് നമുക്കെല്ലാം അറിയാവുന്നതാണ്. എന്നാൽ ഇങ്ങ് നമ്മുടെ കൊച്ചു കേരളത്തിൽ വർഷങ്ങളായി 2 ബ്രാൻഡുകൾ തമ്മിൽ നടത്തുന്ന അഡ്വർടൈസിംഗ് സ്റ്റണ്ട് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ മൺസൂൺ കാലത്ത് മഴയ്ക്കൊപ്പം നമ്മുടെ എല്ലാ TV-യിൽ വരുന്ന ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് ജോൺസ് കുടയുടെയും പോപ്പി കുടയുടെയും. മഴയിൽ നിന്ന് സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കുട എന്ന പ്രോഡക്റ്റിനെ മാറുന്ന ടെക്നോളജിക്കും ട്രെൻഡിനും ഒപ്പം അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഈ 2 കമ്പനികളുടെ പ്രൊഡക്റ്റിൻ്റെ പരസ്യയുദ്ധത്തിൻ്റെ ആരെയും ത്രസിപ്പിക്കുന്ന കഥയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ഖാസിം കരീം സേട്ടുവും തയ്യൽ അബ്രഹാം വർഗീസും ചേർന്ന് ആലപ്പുഴയിൽ ഒരു ചെറിയ മുറിയിൽ അന്നത്തെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരു കുട നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഖാസിം കരീം സേട്ടു അംബർല യൂണിറ്റിൻ്റെ തൻ്റെ ഷെയർ തയ്യൽ അബ്രഹാം വർഗീസിനും ഒരു ടെക്സ്റ്റൈൽ ഓണറായിരുന്ന കുമാരസ്വാമി റെഡ്ഡിയാറിനും വിറ്റ് പാകിസ്ഥാനിലേക്ക് പോയി. പിന്നീട് ഇവർ 2 പേരും ചേർന്ന് രാധാകൃഷ്ണ അംബർല മാർട്ട് എന്ന ഒരു കുട യൂണിറ്റ് തുടങ്ങുകയും അത് സക്സസ് ആയി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. 1954 തയ്യൽ അബ്രഹാം വർഗീസ് ഈ പാർട്ട്ണർഷിപ്പ് അവസാനിപ്പിച്ച് സെൻറ്റ് ജോർജ് അംബർല മാർട്ട് എന്ന പുതിയൊരു സ്ഥാപനം തുടങ്ങി. അന്ന് അദ്ദേഹം ഉണ്ടാക്കിയ കുടയുടെ ഗുണമേന്മ പോലും അദ്ദേഹത്തിന് കുടവാവച്ചൻ എന്നൊരു വിളിപ്പേരും വീണു. 1968 തയ്യൽ അബ്രഹാം വർഗീസ് മരണപ്പെട്ടതോടെ കമ്പനിയുടെ ഓപ്പറേഷൻസ് അദ്ദേഹത്തിൻ്റെ മക്കളായിരുന്ന ബേബിയും അബ്രാഹവും ഏറ്റെടുത്തു. 1995 ആയപ്പോഴേക്കും ഈ 2 മക്കളും 2ആയി പിരിയാൻ തീരുമാനിച്ചു. അങ്ങനെ കേരളത്തിൽ 2 പുതിയ കുട ബ്രാൻഡുകൾ ഉണ്ടായി. ബേബി തയ്യൽ ജോൺസ് അംബ്രല മാർട്ട് എന്ന കമ്പനിയും അബ്രാഹം തയ്യൽ പോപ്പി അംബ്രല മാർട്ട് എന്ന കമ്പനിയും രൂപീകരിച്ചു. ഈ 2 കമ്പനികൾ രൂപീകരിച്ചതോടെ അന്ന് കേരളത്തിൽ മൺസൂൺ വരുന്നതോടെ നമ്മുടെ എല്ലാ TV-കളിലേക്ക് ജോൺസ് കുടയുടെയും പോപ്പി കുടയുടെയും അഡ്വർടൈസ്മെൻറ്റ് വരാൻ തുടങ്ങി. അങ്ങനെ മഴ മഴ കുട കുട എന്ന പരസ്യവും കുഞ്ഞാഞ്ഞ വന്നേ എന്ന പരസ്യവും ഈ വീഡിയോ കാണുന്ന പലരുടെയും നൊസ്റ്റാൾജിയായി മാറി. ആയിരത്തി 1996 പോപ്പിയുടെ പ്രസിദ്ധമായ മഴ മഴ കുട കുട മഴ വന്നാൽ പോപ്പിക്കുട എന്ന പരസ്യം ഒരുക്കിക്കൊണ്ട് 2 കമ്പനികൾ തമ്മിലുള്ള അഡ്വർടൈസിംഗ് സ്റ്റണ്ടിന് തുടക്കമിട്ടു. ഈ പരസ്യം ഹിറ്റായതോടെ കുട വിപണിയിൽ ജോൺസിനെ തള്ളിക്കൊണ്ട് പോപ്പി ഒരു മേൽക്കൈ നേടിയെടുത്തു. അങ്ങനെ ഈ പരസ്യത്തിന് മറുപടിയായി ജോൺസ് അവരുടെ കുഞ്ഞാഞ്ഞ വന്നേ എന്ന പരസ്യവും പുറത്തിറക്കി. മഴയെ കുഞ്ഞാഞ്ഞയായി റീബ്രാൻഡ് ചെയ്യാനാണ് ജോൺസ് ഈ പരസ്യത്തിലൂടെ ശ്രമിച്ചത്. ഈ പരസ്യം ഹിറ്റായതോടെ ഈ അഡ്വർടൈസ്മെന്റ് സ്റ്റണ്ടിൽ ജോൺസ് തിരിച്ചു വന്നു. അതിന്റെ അടുത്ത വർഷം പോപ്പി അവരുടെ അടുത്ത പ്രസിദ്ധമായ പരസ്യം പുറത്തിറക്കി. അതായിരുന്നു അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു എന്ന് തുടങ്ങുന്ന അവരുടെ പരസ്യം. കൂടാതെ എൻ്റെ മഴയ്ക്കെൻ്റെ പോപ്പിക്കുട എന്ന അഡ്വർടൈസ്മെന്റും അവർ ആ വർഷം തന്നെ പുറത്തിറക്കി. പോപ്പിയുടെ ആ സമയത്ത് ഇറങ്ങിയ എല്ലാ പരസ്യങ്ങളും തന്നെ കുട്ടികളെ ഫോക്കസ് ചെയ്തായിരുന്നു അവരിറക്കിയത്. എന്നാൽ ജോൺസ് ഈ പരസ്യങ്ങൾക്ക് മറുപടി നൽകിയത് അവരുടെ പ്രൊഡക്റ്റിൽ കൂടുതൽ ഇന്നോവേഷൻ കൊണ്ടുവന്നാണ്. കൂടാതെ അവർ മുതിർന്നവരെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്ത് അവർ പുറത്തിറക്കിയ പ്രൊഡക്റ്റ് ആയിരുന്നു H2O ഷേക്ക്. ഉണങ്ങിയ കുട ഇവിടെ ജനാംശം അല്പം പോലും തങ്ങി നിൽക്കാത്ത ജോൺസ് H2O ഷേക്ക് അത്യാധുനിക ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ളതിനാൽ ജോൺസ് അവരുടെ പ്രൊഡക്റ്റിൽ കൂടുതൽ ഇന്നോവേഷൻ കൊണ്ടുവന്ന് മാർക്കറ്റ് പിടിച്ചടക്കിയപ്പോൾ പോപ്പി ആകട്ടെ കുട്ടികളെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പരസ്യങ്ങൾ ഇറക്കി അവരുടെ മാർക്കറ്റ് ഷെയർ നിലനിർത്തി. മൺസൂൺ കാലത്തിന് ശേഷം പോപ്പിക്കുടയെ കുട്ടികൾ മറക്കുന്നുവെന്ന് മനസ്സിലാക്കിയ അവർ പോപ്പി കിഡ്സ് ക്ലബ് എന്ന പുതിയൊരു ആശയമായി വന്നു. അന്ന് ഏതാണ്ട് 10 ലക്ഷത്തിലധികം കുട്ടികളാണ് ഈ ക്ലബിൽ രജിസ്റ്റർ ചെയ്തത്. കൂടാതെ പോപ്പി അങ്കിൾ എന്നൊരു ഇമാജിനറി ക്യാരക്ടറിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഒരു ടെലിഫോൺ നമ്പർ വഴി കുട്ടികൾക്ക് ഈ പോപ്പി അങ്കിളിനെ വിളിക്കുകയും അവരുടെ വിശേഷങ്ങൾ പറയുകയും ചെയ്യാം. ഈ ക്യാമ്പയിൻ വഴി പോപ്പി ബ്രാൻഡിന്
കുട്ടികളുടെ ഇടയിൽ കൂടുതൽ ബ്രാൻഡ് റെക്കഗ്നേഷനും കൂടാതെ ബ്രാൻഡ് റീകോളും കൊണ്ടുവരാൻ സാധിച്ചു. തുടർന്ന് അങ്ങോട്ട് വന്ന വർഷങ്ങളിൽ ജോൺസിന്റെ പാത പിന്തുടർന്ന പോപ്പിയും പ്രൊഡക്റ്റിൽ കൂടുതൽ ഇന്നോവേഷൻ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ വന്ന പ്രൊഡക്റ്റാണ് പോപ്പി വണ്ടർ 7. കുടയുടെ 7 യുണീക്ക് ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്തായിരുന്നു ഈ ക്യാമ്പയിൻ. ടോർച്ച്, കോമ്പസ് എന്നിവയെല്ലാം ഈ വണ്ടർ 7 കുടയുടെ ചില ഫീച്ചേഴ്സ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ 2 കമ്പനികളും അവരുടെ പ്രൊഡക്റ്റിൽ കൂടുതൽ ഇന്നോവേഷൻ കൊണ്ടുവരാനുള്ള മത്സരമായിരുന്നു നമ്മൾ കണ്ടത്. കഴിഞ്ഞ 23 കൊല്ലത്തിനിടയിൽ ഏതാണ്ട് 250 മോഡൽസിലുള്ള കുടകൾ 2 ബ്രാൻഡുകളും മാർക്കറ്റിൽ ഇറക്കി. അൾട്രാ വയലറ്റ് സിൽവർ ടെക്നോളജി, വാട്ടർ റെപ്പല്ലന്റ് ടെക്നോളജി, വിൻഡ് പ്രൂഫ് ടെക്നോളജി, തിരിച്ചു മടങ്ങുന്ന കുടകൾ എന്നിവയെല്ലാം ഇതിൽ ചിലതാണ്. 2009 ടാറ്റ നാനോ കാർ ലോഞ്ച് ചെയ്തപ്പോൾ പോപ്പി ആകട്ടെ പോപ്പിയുടെ നാനോ കുടകൾ, അതായത് ലോകത്തിലെ ഏറ്റവും ചെറിയ കുട മാർക്കറ്റിൽ അവതരിപ്പിച്ചു. ജോൺസ് ആകട്ടെ ഇതിനു മറുപടിയായി ജോൺസ് ആറ്റം കുടകൾ വിപണിയിൽ എത്തിച്ചു. പിന്നീട് അങ്ങോട്ട് GPS ട്രാക്കർ ഉള്ള കുടകൾ, MP3 പ്ലെയർ ഉള്ള കുടകൾ, സെൽഫി സ്റ്റിക്ക് ഉള്ള കുടകൾ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിലൂടെ ഫോൺ എടുക്കാൻ പറ്റുന്ന കുടകൾ, ചിപ്പ് ചാറ്റ് കുടകൾ, കാർബൺ ലൈറ്റ്, അങ്ങനെ മാറുന്ന ടെക്നോളജിക്ക് അനുയോജ്യമായ കുടകൾ 2 കമ്പനികളും മാർക്കറ്റിൽ അവതരിപ്പിച്ചു. കേരളത്തിലെ അംബർല മാർക്കറ്റിന്റെ ഏതാണ്ട് 70% ഷെയറും പിടിച്ചടക്കിയിരിക്കുന്നത് ഈ 2 ബ്രാൻഡുകളാണ്. കേരളത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് പല രാജ്യങ്ങളിലും ജോൺസിന്റെയും പോപ്പിയുടെയും പ്രൊഡക്റ്റുകൾ ലഭ്യമാണ്. കുടകൾ കൂടാതെ റെയിൻകോട്ട്സ്, ബാഗ്സ്, ക്യാപ്സ് തുടങ്ങിയ മേഖലകളിലേക്കും ഈ 2 കമ്പനികളും അവരുടെ പ്രൊഡക്റ്റ് റേഞ്ച് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അംബർല മാർക്കറ്റിലേക്ക് ഇനി പുതിയ ഏതൊരു ബ്രാൻഡ് വന്നാലും നിങ്ങളൊരു മലയാളിയാണെങ്കിൽ കുട എന്ന് കേൾക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരിക ജോൺസിൻ്റെയും പോപ്പിയുടെയും ഒപ്പം അവർ പല കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാം കുട്ടിക്കാലം സുന്ദരമാക്കിയ പരസ്യങ്ങളുമായിരിക്കും.